ഹലോ ഗെയ്സ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BGIS 2025 3.2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ലാൻഡ് ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ ത്രില്ലിംഗ് മാച്ചുകളാണ് ഗെയ്സ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. ഏകദേശം 450Kക്ക് മുകളിൽ വാച്ചിങ്ങും നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് ആ ഒരു 6 മാച്ചുകളുടെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ VSTയുടെ ആ ഒരു ഇമ്പോർട്ടന്റ് ചിക്കൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഡേ 2ലെ ഫസ്റ്റ് മാച്ചിലും ചിക്കൻ ഡിന്നർ അടിച്ചു. അതിന്റെ അവസാന ദിവസത്തിലെ ഫസ്റ്റ് മാച്ചിലും VST ചിക്കൻ ഡിന്നറോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായത്. അതും ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവലിലായിരുന്നു VSTയുടെ മാച്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് SOയെ തീർത്തുകൊണ്ട് 17 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. ഈ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്കും ടീമിന് എത്താനായിട്ട് സാധിച്ചു. സോമരാജും മാക്കനോക്സും സോളോ 5 ഫിനിഷസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 2 നമുക്ക് SOയുടെ ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. നല്ലൊരു കംബാക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു SOയെ ഇവിടെ കാഴ്ചവെച്ചിട്ട് ലാസ്റ്റ് റെക്കനിങ് സ്പോർട്സിനെ തീർത്തുകൊണ്ട് 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് SOയെ ഇവിടെ സ്വന്തമാക്കിയത്. റെക്കനിങ് 11 പോയിന്റും സ്വന്തമാക്കിയാൻ മാച്ച് 3 സാൻഹോക്കിൽ നമുക്ക് സിൻസിനാറ്റി കിഡിന്റെ ഒരു അൺബിലീവബിൾ ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ടൂറിപ്പേഴ്സ് ആ ഒരു വിജയം ഉറപ്പിച്ചു എന്ന് പറഞ്ഞോട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഹീൽ ബാറ്റിലേക്ക് വരികയും ഫുൾ ബൂസ്റ്റഡ് നമ്മളെ സിൻസിനാറ്റി കിഡിന്റെ പ്ലേയേഴ്സ് ഫുൾ ബൂസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഫൈനൽ സോളിൽ സർവൈവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ടൂറിപ്പേഴ്സിന്റെ ലാസ്റ്റ് പ്ലെയർ വീണു പോവുകയും സിൻസിനാറ്റി കിഡ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുകയാണ് ചെയ്തത്. 3 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ടൂറിപ്പേഴ്സ് ഇവിടെ 11 ഫിനിഷ് പോയിന്റ് ഒക്കെ 17 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 4 നമുക്ക് ജെനിസസ് സ്പോർട്സിന്റെ വക ഒരു ചിക്കൻ ഡിന്നർ ലെവൽ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മുടെ ബോട്ട് ആർമിയെയും VST ഒക്കെ തീർത്തുകൊണ്ട് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ജെനിസസ് സ്പോർട്സ് അവിടെ സ്വന്തമാക്കിയത്. ബോട്ട് ആർമി 16 പോയിന്റും VST ഇവിടെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഓരോ സോൺ റൊട്ടേഷനും വേറെ ലെവലായിരുന്നു. എക്കനോക്സ് ടീമിന് വേണ്ടി നല്ല ഫിനിഷസുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 15 പോയിന്റാണ് സ്വന്തമാക്കിയത്. എക്കനോക്സ് ഇവിടെ 4 ഫിനിഷ് പോയിന്റ് സ്വന്തമാക്കി. നിങ്ങൾക്കറിയാം ഡേ 1 ബെഞ്ചിലിരുന്ന പല റൗണ്ടുകളിലായിട്ട് പെർഫോമൻസ് ഇല്ലാഞ്ഞിട്ട് ബെഞ്ചിലിരുന്ന പ്ലെയർ ആയിരുന്നു എക്വിനോക്സ്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഡേയിൽ ടീമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ലെവൽ പെർഫോമൻസ് ആണ് എക്വിനോക്സിന്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് മാച്ച് 5 ഒറാങ്കുട്ടാന്റെയും ആ ഒരു കംബാക്ക് ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് ഒറാങ്കുട്ടാൻ സ്വന്തമാക്കി. ലാസ്റ്റിലേക്ക് നോണെക്സ്, ഗോൾ ലൈക്ക്, VST തുടങ്ങിയുള്ള ടീമുകളൊക്കെ എതിരെ ഫൈറ്റ് എടുത്തുകൊണ്ടാണ് ഒറാങ്കുട്ടാൻ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയത്. നോണെക്സ് 10 പോയിന്റും ഗോളിലേക്ക് 13 പോയിന്റ്. ആ ഒരു ലാസ്റ്റിലേക്ക് ആ ഒരു സോൺ അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ എടുക്കാനായിട്ട് സാധിക്കാന്ന്. അല്ലെങ്കിൽ മേ ബി ഒറാങ്കുട്ടനൊക്കെ തീർത്തുകൊണ്ട് ഗോളിലേക്ക് അവിടെ ചിക്കൻ സ്വന്തമാക്കിയാൽ. VSTയുടെ സർവൈവിങ് വേറെ ലെവലാണ്. 2 പ്ലേയേഴ്സിന് നഷ്ടമായെങ്കിലും സോംരാജ് ടീമിനെ സോണിന്റെ സെന്ററിലേക്ക് എത്തിച്ചു. പിന്നെ അവിടെ പതുങ്ങിയിരിക്കേണ്ട ആവശ്യകത മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല ലെവലിലുള്ള സർവൈവിങ്ങും ആ ഒരു സോൺ റൊട്ടേഷനും ഒക്കെ നമുക്ക് സോമരാജിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് ഫൈനൽ മാച്ച് ആയിരുന്നു. ഫൈനൽ മാച്ചിൽ 15 പോയിന്റിന്റെ ഡിഫറൻസ് ആണ് VSTയും ഗോളിലേക്കും തമ്മിൽ ഉണ്ടായിരുന്നത്. ഗോളിലേക്ക് ഒരു അടിപൊളി ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുകയും വേണം, VST പെട്ടെന്ന് എലിമിനേറ്റ് ആവുകയും വേണം. എന്നാൽ മാത്രമേ ഗോളിലേക്കിന് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. മാച്ചിൽ നമുക്ക് നോണെക്സിന്റെ വക ആ ഒരു ചിക്കൻ ഡിന്നർ ലെവൽ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ഗോളിലേക്ക് നല്ല രീതിയിൽ സർവൈവ് ചെയ്തുകൊണ്ട് ലാസ്റ്റിലേക്ക് എത്തിയെങ്കിലും പക്ഷെ അവർക്ക് ആ ഒരു ചിക്കൻ ഡിന്നറിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോഴേക്കും VST അവരുടെ ആ ഒരു ചാമ്പ്യൻ പട്ടം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം VST അവിടെ ബോട്ട് ആർമിക്കെതിരെ ഒരു ഇമ്പോർട്ടന്റ് ഫൈറ്റിൽ അവരുടെയും ആക്വനോക്സ് ടീമിന് വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് ക്ലച്ച് എടുക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഒരു ക്ലച്ചോട് കൂടി ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഒരു കിൽ പോയിന്റ്സ് എടുക്കാനും ടീമിന് സാധിച്ചു. അങ്ങനെ 12 പോയിന്റാണ് VST ലാസ്റ്റ് മാച്ചിൽ സ്വന്തമാക്കിയത്. ഗോളിലേക്ക് 10 പോയിന്റും സ്വന്തമാക്കിയ ഓജിയും റെക്കനിങ്ങിനും പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോവേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു BGIS 2025 ചാമ്പ്യന്മാരായത് നമ്മുടെ സോമരാജിന്റെ ടീമായുള്ള VST ആണ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായത്. ഡേ 1 നിന്ന് വേറെ ലെവൽ കംബാക്ക് ആണ് ഡേ 2ലും ഡേ 3ലും ടീം കാഴ്ചവെച്ച് ലാസ്റ്റ് ഡേയിൽ 73 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 169 പോയിന്റുമായിട്ടാണ് VST ഇതിന്റെ ചാമ്പ്യന്മാരായത്. BGMAയുടെ ഫസ്റ്റ് ഒഫീഷ്യൽ ചാമ്പ്യനായ നമ്മളുടെ സോമരാജ് വീണ്ടും ആ ഒരു കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. പവറും വീണ്ടും ആ ഒരു ട്രോഫി ഉയർത്തിയിരിക്കുകയാണ്. ഏത് ടീമിലേക്ക് പോയാലും പവറിന് ഒരു വിഷയമില്ല, കപ്പ് എനിക്ക് തന്നെ എന്ന് പറഞ്ഞ രീതിയിലാണ് പവറിന്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 69 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയത്. സെക്കൻഡ് ഗോളിലേക്ക് എത്തിയിരിക്കുകയാണ്. 17 പോയിന്റ് ഡിഫറൻസിലാണ് ഗോളിലേക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം നഷ്ടമായിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ BMPSൽ 3rd പൊസിഷൻ, ഇത്തവണ BGSൽ 2nd പൊസിഷൻ. അടുത്ത ഒഫീഷ്യൽ അവർ കപ്പ് അടിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്നാൽ നല്ല രീതിയിലുള്ള കംബാക്ക് പെർഫോമൻസ് നമുക്ക് ഗോളിലേക്കിന്റെ ഭാഗത്ത് നിന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3rd
ഒറാങ്കുട്ടാനാണ് എത്തിയിട്ടുള്ളത് 143 പോയിന്റ് ആയിട്ട്. വീണ്ടും അവർക്ക് ആ ഒരു ചന്തപ്പെട്ട നഷ്ടമായ ഒരു പോഡിയം ഫിനിഷ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ഇവന്റുകളിൽ ആ ഒരു റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ് ഒക്കെ ആവുന്നത് നമുക്ക് ഒറാങ്കുട്ടൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ട്രോഫിയിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ആൻഡ് 4ാം സ്ഥാനത്ത് റെക്കനിങ് ഇ സ്പോർട്സ് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് ഡേയിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 2 ഡേയിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ആ ഒരു ടീമിന് ലാസ്റ്റ് ഡേയിൽ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാനായിട്ട് സാധിച്ചില്ല. 4ാം സ്ഥാനത്തേക്ക് ടീം പിന്തള്ളപ്പെട്ടു. എന്റെ SOA വൺ ഓഫ് ദി ബെസ്റ്റ് അണ്ടർഡോഗ് ടീം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 6ാം സ്ഥാനത്ത് അവര് ഫിനിഷ് ചെയ്തു. ജെനിസസ് സ്പോർട്സ് 12ാം സ്ഥാനത്തും NRI 13ാം സ്ഥാനത്തും 14ാം സ്ഥാനത്ത് നോണെക്സും ഫിനിഷ് ചെയ്തു. 15ാം സ്ഥാനത്താണ് സോള് ഫിനിഷ് ചെയ്ത്. ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾ നോക്കിക്കണ്ടാൽ മനസ്സിലാവും. ഒരു ഫ്രീ കിൽസ് കൊടുക്കുന്ന പോലെയാണ് സോളിന്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മേജറായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സോളിന് സാധിച്ചില്ല. ടീം ലെവലിലെ ടീമുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ സോള് നിൽക്കുന്നത്. എന്തായാലും വമ്പൻ ചേഞ്ചുകൾ നമുക്ക് സോളിന്റെ ലൈനപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇൻഡിവിജ്വൽ അവാർഡുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫൈനൽസിലെ MVP ആയത് ജൊനതൻ തന്നെയാണ്. ഫൈനലി വീണ്ടും അവർ MVP ടൈറ്റിൽ ടീമിന് വേണ്ടിയിട്ട് ജൊനതൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. പക്ഷെ ടീമിന് വേണ്ടിയിട്ട് ആ ഒരു ട്രോഫി സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഓവറോൾ MVP ടൂർണമെന്റിന്റെ മൊത്തം ഓവറോൾ MVP ഫിനിഷസും ഡാമേജും അതേപോലെ സർവൈവിങ്ങും എല്ലാം കൂട്ടിയിട്ടാണ് ആ ഒരു ഓവറോൾ MVP കൊടുക്കുക. അത് അഡ്മിനോ ആയിട്ടുണ്ട്. ആൻഡ് ബെസ്റ്റ് IG ഏറ്റവും കൂടുതൽ ചിക്കൻ ഡിന്നർ സ്വന്തമാക്കുന്നത്. ആൻഡ് ഫൈനൽസിൽ ചിക്കൻ ഡിന്നർ 3 ചിക്കൻ ഡിന്നറാണ് VST സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ സോമരാജാണ് ബെസ്റ്റ് IG ആയിട്ട് മാറി. ബെസ്റ്റ് ക്ലച്ച് എസ് പവറിന്റേതും അതേപോലെ എമർജിംഗ് പ്ലെയർ ബോട്ട് ആർമിയുടെ സ്കാരി ജോഡും ആണ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഒഫീഷ്യൽ ഇവന്റ് അവസാനിച്ചു. ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ഒഫീഷ്യൽ ഇവന്റും കൂടി വരാനിരിക്കുകയാണ് കേസ്. അതെ, BMPS 2025ന്റെ അനൗൺസ്മെന്റും കഴിഞ്ഞിരിക്കുകയാണ്. മെയ് 22-ാം തീയതി തന്നെ BMPS സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഇൻവൈറ്റ് ഓൺലി ഇവന്റ് മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതുവരെ ഒഫീഷ്യൽ ഇവന്റുകളിൽ ടോപ്പ് പെർഫോം ചെയ്ത ടീമുകളെ ക്രാഫ്റ്റൺ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യും. അവർക്ക് മാത്രമേ BMPS കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ജൂലൈയിൽ അതിന്റെ ലാൻഡ് ഫൈനൽസ് നമുക്ക് ഡൽഹിയിൽ വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു മാസത്തിന് ഗ്യാപ്പ് തന്നെ അടുത്തൊരു ഒഫീഷ്യൽ ഇവന്റും കൂടി വരാനിരിക്കുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു സെക്കൻഡ് ഹാഫ് റോഡ് മാപ്പ് ഇതുവരെ കാണാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ആദ്യത്തെ റോഡ് മാപ്പ് അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടാണ് BGSന്റെ ലാൻഡ് ഫൈനൽസിൽ ബാക്കി വരുന്ന റോഡ് മാപ്പും അനൗൺസ് ചെയ്യുന്നു. പക്ഷേ ഇതുവരെ നമുക്ക് ആ ഒരു റോഡ് മാപ്പ് അനൗൺസ്മെന്റ് കാണാനായിട്ട് സാധിച്ചില്ല. വെറും BMPS ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയും BMPS കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 5-6 മാസങ്ങളുണ്ട്. അവിടെ ചിലപ്പോൾ നമുക്ക് മേ ബി വമ്പൻ ടൂർണമെന്റുകൾ ഒഫീഷ്യലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ പറ്റും. ബൈ ഗൈസ്.